ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റോസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പെയിൻറ്റിങ് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീടിനോട് ചേർന്നുള്ള വഴികളിൽ കാണുന്ന കുറച്ച് പൂക്കളും അതുപോലെ വീടിനോട് ചേർന്നുള്ള ഒരു കുഞ്ഞു പുഴയൊക്കെ ആയിട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഴയിൽ ഒരു നല്ലൊരു നീരാട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ഒരു നീർക്കാക്കയാട്ടോ. അത് കുളിച്ചിട്ട് അതിൻ്റെ ചിറകുകളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു പാറപ്പുറത്ത് കയറി നിന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം അതങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷമയാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. എന്നിട്ട് അത് കുറേ ട്രൈ ചെയ്തിട്ടും അതിൻ്റെ ചിറകിലെ വെള്ളമൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അത് ഫുള്ളും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് താറാവുകൾ വെള്ളത്തിൽ നീരാടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുഴയുടെ ഒരു വ്യൂവും അതിൻ്റെ വിശേഷങ്ങളും കേട്ടോ. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ആ കുയിലിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞാനിപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സീയുടെ വ്യൂ ആണ് ഇന്ന് ചെയ്യണത്. അപ്പം ഞാൻ പറയാറില്ല, ഞാൻ റെഫർ ചെയ്തിട്ടൊന്നല്ല ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ എന്ത് തോന്നുന്നോ അപ്പോൾ അത് വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ദേ സ്കൈ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഡാർക്ക് ബ്ലൂവിന് ലൈറ്റിലേക്ക് വരാവുന്ന രീതിയിലൊക്കെ കൊടുത്തു. അപ്പോൾ എന്നും ചെയ്യണ പോലെ എപ്പോഴും ഈ ബ്ലൂവും അതുപോലെ തന്നെ റെഡ് അങ്ങനെയുള്ള സ്കൈനെ ഒന്ന് മാറ്റിയിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പല കളർ ആഡ് ചെയ്തിട്ട്, അതായത് കുറച്ച് പിങ്ക് അതുപോലെ തന്നെ യെല്ലോ അങ്ങനെയുള്ള ഷെയ്ഡൊക്കെ വരാവുന്ന രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്കൈ ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതാ സ്കൈ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ ആയിട്ടോ. അപ്പോൾ കൂട്ടുകാർ ഇത്രയും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടാം കേട്ടോ. സാധാരണ പെയിൻറ്റിങ് മാത്രമായിട്ടാണല്ലോ ഇടാറ്. അപ്പോൾ ഇത്തരം വീഡിയോകളാണ് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ആഡ് ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം ഞാനിത് സ്കൈയുടെ ആ ലാസ്റ്റ് ഇതിലേക്ക് എത്തിയിട്ടോ. കുറച്ച് പിങ്കൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഈവനിങ് വ്യൂ കിട്ടാവുന്ന രീതിയിലാട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല കേട്ടോ. കാരണം പെയിൻറ്റിങ് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ആഡ് ചെയ്യണ ഇത് മെത്തേഡ് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം അത്രയും വലിയ ഇതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാനും ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് ഇനിയും കൂടുതലായിട്ട് പെയിൻറ്റിങ് പഠിക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പലരെയും പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെയൊക്കെ പെയിൻറ്റിങ് എടുത്തിട്ട് യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ നോക്കി പഠിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്കും കുറച്ച് മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പം ഞാനത് ഈ സീ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡാർക്ക് ബ്ലൂവിൽ തന്നെ തുടങ്ങി പിന്നെ ലൈറ്റാക്കി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അതിന് കുറച്ച് തിരകളൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന പോർഷനിൽ ഞാൻ കുറച്ച് നമ്മുടെ മണലൊക്കെയുള്ള ആ ഭാഗങ്ങളും അതുപോലെ തന്നെ കുറച്ച് പാറക്കൂട്ടങ്ങളും കുറച്ച് പുല്ലും അതിൽ പൂക്കളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വരച്ചിരിക്കുന്നത്.
അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് വാച്ച് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.